നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങളുടെ തലവര മാറ്റിമറിച്ച് UAE ജനപ്രിയ റാഫേൽ നറുക്കെടുപ്പായ അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ 2024 ഏപ്രിൽ 1 മുതൽ താൽക്കാലികമായി നിർത്തിവെച്ചതായി അറിയിച്ച സംഘാടകർ. UAE റെഗുലേറ്ററി ഗെയിമിന് ആവശ്യകതകൾക്ക് അനുസൃതമായാണ് ഈ തീരുമാനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും സീരീസ് 262 ഷെഡ്യൂൾ ചെയ്ത തത്സമയ നറുക്കെടുപ്പ് ഏപ്രിൽ 3 ബുധനാഴ്ച നടക്കും. GCC രാജ്യങ്ങളിലെ ഏറ്റവും വലുതും പഴയതുമായ റാഫേൽ നറുക്കെടുപ്പാണ് അബുദാബി ബിഗ് ടിക്കറ്റ്. പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തുന്ന രാജ്യത്തെ മൂന്നാമത്തെ പ്രധാന റാഫേൽ ഡ്രോ ഓപ്പറേറ്ററാണ് ബിഗ് ടിക്കറ്റ്. ഈ വർഷം ജനുവരി 1 മുതൽ മഹസൂസും എമിറേറ്റ്സ് ഡ്രോയും UAE പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിരുന്നു. അബുദാബി ബിഗ് ടിക്കറ്റിന്റെ വെബ്സൈറ്റിലും സാമൂഹിക മാധ്യമങ്ങളുടെ അക്കൗണ്ടിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുമെന്നാണ് അറിയിപ്പ്. എന്നാൽ ഈ മാസം 3 നടക്കാനിരുന്ന നറുക്കെടുപ്പിന് മാറ്റമുണ്ടാകില്ല. 1.5 കോടി ദിർഹമാണ് ഗ്രാൻഡ് പ്രൈസായി നൽകുന്നത്. പുതിയ ചൂതാട്ട നിയമം അനുസരിച്ച് രാജ്യത്തെ ജനുവരി മുതൽ രാജ്യത്തെ ഓൺലൈൻ ലോട്ടറികൾ നിരോധിച്ചിരുന്നു. സാമൂഹിക ഉത്തരവാദിത്തമുള്ള ഗെയിമിന് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സ്ഥാപിതമായ UAE ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് താൽക്കാലികമായി നിർത്തുന്നതെന്ന് 2 ഓപ്പറേറ്റർമാരും വ്യക്തമാക്കി. 1992 പ്രവർത്തനം തുടങ്ങി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലൂടെ കോടീശ്വരന്മാരായവരെ ഒട്ടേറെ പേരാണ്. വിജയികളിൽ വലിയ പങ്കും ഇന്ത്യക്കാരും അതിൽ തന്നെ മലയാളികളുമാണ്. ജീവിതം എങ്ങനെയും കരുപിടിപ്പിക്കാൻ UAE എത്തുന്ന മിക്കവാറും ഒറ്റയ്ക്കും കൂട്ടമായും ബിഗ് ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാറുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള സുഹൃത്ത് സംഘങ്ങൾ നറുക്കെടുപ്പിൽ വിജയികളാകുന്നതും ഇവിടെ സാധാരണമാണ്. ഓൺലൈൻ വഴിയും അബുദാബിയിലെയും അലൈനിലെയും വിമാനത്താവളങ്ങൾ വഴിയുമാണ് ബിഗ് ടിക്കറ്റ് എടുത്തിരുന്നത്. ഇന്ത്യയിൽ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ ഉള്ളവർക്കും ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം. UAE പുതിയ നിയമം അനുസരിച്ച് എല്ലാ തരത്തിലുള്ള ചൂതാട്ടങ്ങളും തടവും പിഴയും വരെ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ്. എന്നാൽ സാമ്പത്തിക മന്ത്രാലയത്തിന് കീഴിൽ അധികാരപ്പെടുത്തിയ ചില കമ്പനികൾക്ക് റാഫേൽ നടത്താൻ അനുമതി നൽകിയിട്ടുണ്ട്. മെയ് 3 നടക്കേണ്ടിയിരുന്ന ഡ്രീം കാർ നറുക്കെടുപ്പുകളും നാളെ നടക്കും. നേരത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച് ദുബായ് ആസ്ഥാനമായ മഹസൂസും എമിറേറ്റ്സ് ഡ്രോയും എപ്പോൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല. UAE അധികൃതരുടെ നിബന്ധനകൾ പാലിച്ച് സാമൂഹിക ഉത്തരവാദിത്തമുള്ള ഗെയിമിംഗ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നായിരുന്നു അറിയിപ്പ്. നറുക്കെടുപ്പ് ലൈസൻസിംഗ് കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഫെഡറൽ ബോഡിയായിട്ടുള്ള UAE ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്നത്. ജനങ്ങളുടെ അചഞ്ചലമായ പിന്തുണയ്ക്ക് ഹൃദയംഗമായ അഭിനന്ദനം അറിയിക്കുന്നതായി പ്രവർത്തനം നിർത്തിയതായി അറിയിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ ബിഗ് ടിക്കറ്റ് വ്യക്തമാക്കി. എല്ലാ സമ്മാനങ്ങളിലും ഏറ്റവും ഉയർന്ന സുതാര്യതയും ഉത്തരവാദിത്വവും സമഗ്രമായി നിലനിർത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. നേരത്തെ വിജയിച്ച എല്ലാവർക്കും സമ്മാനത്തുക ലഭിച്ചുവെന്ന് ഉറപ്പാക്കും. പുതിയ പ്രവർത്തന തീയതി യഥാസമയം ജനങ്ങളെ അറിയിക്കും. പെട്ടെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രസ്താവനയിലൂടെ അവർ വ്യക്തമാക്കി. പ്രവർത്തനം നിർത്തിയാലും ജനങ്ങൾക്ക് അവരുടെ ബിഗ് ടിക്കറ്റ് അക്കൗണ്ടുകളിലൂടെ പൂർണ്ണ ആക്സസ് നിലനിർത്താനാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.